ആശാവർക്കർമാരുടെ വരുമാനം നിലച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 മാസമായി ഓണറേറിയവും ഇൻസെന്റീവും ലഭിച്ചിട്ട്. ഓണറേറിയം 2 മാസത്തെയും ഇൻസെന്റീവ് 3 മാസത്തെയുമാണ് കുടിശ്ശികയായി നിൽക്കുന്നത്. ആരോഗ്യ മേഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർക്കാണ് ഇതേ ഗതി വരുന്നത്. ഇപ്പോൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിൽ പരക്കം പായുകയാണ് ആശാവർക്കർമാർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ രീതിയിൽ തന്നെ അലട്ടുകയാണ്. അത് ഓരോ മേഖലയെയും കാർന്നു തിന്നുന്ന അവസ്ഥയിലേക്ക് വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദ്യം KSRTCയിൽ നിന്ന് തുടങ്ങാം. KSRTC കഴിഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈകോ മുതൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് അത് വളർന്നിരുന്നു. മാത്രമല്ല, സർക്കാർ സ്ഥാപനങ്ങളിലെ വണ്ടികളിൽ പെട്രോൾ അടിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കർഷക ആത്മഹത്യയും ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടുകളായി വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ആത്മഹത്യകൾ വേറെ വഴിക്കുമുണ്ടായിരുന്നു. വീണ്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന ആശാവർക്കർമാരുടെ ഗതിയാണ് ഇപ്പോൾ വീണ്ടും അവതാളത്തിലായിരിക്കുന്നത്. ശമ്പളവും ഇൻസെന്റീവും ഇല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ശമ്പളം മുടങ്ങിയതും ഇൻസെന്റീവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയതാണ്. പക്ഷേ ഫലത്തിൽ യാതൊന്നുമില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കേരള കൗമുദിയിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആശാവർക്കർമാരുടെ പ്രതിസന്ധികളെല്ലാം തന്നെ വിവരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട്. കൗമുദിയിൽ വന്ന റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞയാഴ്ച തുക അനുവദിച്ചതായി ധനവകുപ്പ് പറയുന്നുണ്ട് എങ്കിലും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്ന് NHM അധികൃതർ, അതായത് ആശാ വർക്കേഴ്സ് യൂണിയൻ അറിയിക്കുന്നുണ്ട്. NHM വഴിയാണ് ഓണറേറിയം വിതരണം ചെയ്യപ്പെടുന്നത്. പ്രതിമാസം 6000 രൂപയാണ് ഓണറേറിയം. അധിക ജോലിക്കുള്ള ഇൻസെന്റീവും ചേർത്ത് ഒരാൾക്ക് ശരാശരി ലഭിക്കുന്നത് 8000 രൂപ. ഓണറേറിയം സംസ്ഥാനവും ഇൻസെന്റീവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നുമാണ് നൽകുന്നത്. മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കൽ, പ്രാഥമിക വൈദ്യസഹായം എത്തിച്ചു നൽകൽ, പകർച്ചവ്യാധി പരക്കാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ സ്വീകരിക്കൽ, ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് സമൂഹത്തെ സജ്ജമാക്കൽ ഉൾപ്പെടെയാണ് ആശാവർക്കർമാരുടെ ദൗത്യമെന്ന് പറയുന്നത്. കോവിഡ് കാലത്ത് ഇവരുടെ പ്രവർത്തനം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നതുമാണ്. അതേസമയം തന്നെ കൗമുദിയിൽ ആനുകൂല്യം നൽകാതിരിക്കാനും നീക്കം എന്നുള്ള ഒരു സബ് ഹെഡിങ്ങോടുകൂടി മറ്റൊരു വാർത്തയുമുണ്ട്. 62-ാം വയസ്സിൽ ആനുകൂല്യമൊന്നും നൽകാതെ ആശാവർക്കർമാരുടെ സേവനം അവസാനിപ്പിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. പ്രതിഷേധമുയർത്തിയതോടെ ഉത്തരവ് പിൻവലിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞുവെങ്കിലും നടപടിയുണ്ടായില്ല. പശ്ചിമ ബംഗാളിൽ വിരമിക്കുന്നവർക്ക് 3 ലക്ഷവും ഹരിയാനയിൽ 2 ലക്ഷവും നൽകുന്നുണ്ട് എന്നുകൂടി കൗമുദി സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഓണറേറിയം 7000 രൂപയായി കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉയർത്തിയെങ്കിലും നടപ്പായിട്ടില്ലെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തെക്കാൾ കൂടുതൽ തുക ലഭിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ 10000 രൂപയും തെലങ്കാനയിൽ 9750 രൂപയുമാണ് ഓണറേറിയം ഇനത്തിൽ കിട്ടുന്നത് എന്നും കൗമുദി വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ആകെയുള്ളത് 26125 ആശാ വർക്കേഴ്സാണ്. ഇവരിൽ ഭൂരിഭാഗം വരുന്നതും മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ ഓണറേറിയവുമാണ്. ആ ഓണറേറിയമാണ് ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളായി ലഭിക്കാതിരിക്കുന്നതും. ഓണറേറിയം മാത്രമല്ല, 3 മാസത്തെ ഇൻസെന്റീവും പെൻഡിംഗ് ആണെന്ന് പറയുന്നു. പരാതികളും പ്രതിഷേധങ്ങളും കനക്കുമ്പോൾ സർക്കാർ ഇതിനെല്ലാം തന്നെ പരിഹാരം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിലും വാഗ്ദാനങ്ങളിൽ മാത്രം അവ ഒതുങ്ങിപ്പോവുകയാണ്. കൃത്യമായ നടപടിയെടുക്കുന്നില്ല, കൃത്യമായ പരിഹാരവും ലഭിക്കുന്നില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തായിരുന്നു സർക്കാർ നവകേരള സദസ്സ് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ യാത്രയ്ക്ക് തൊട്ടു മുൻപേ വരെ സർക്കാരിന്റെ വിവിധ സ്ഥാപനങ്ങൾ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചപ്പോഴൊന്നും വ്യക്തമായ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നവകേരള സദസ്സ് യാത്ര ആരംഭിച്ച സമയത്ത് പ്രതിപക്ഷം ഉയർത്തിയതാണ് ഇതേ കാര്യം തന്നെ. അതായത് ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ, അതായത് സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കനത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എന്ന് പ്രതിപക്ഷം പ്രതിഷേധമുയർത്തതിനെ തുടർന്ന് വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രം ഉണ്ടായിരുന്ന, അതായത് KSRTCയുടെ ആണെങ്കിലും ശമ്പള കുടിശ്ശിക തീർപ്പാക്കാനും അതുപോലെ തന്നെ സപ്ലൈകോയിൽ സാധനങ്ങൾ വരുത്താനുമെല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായത്. എന്നാൽ ആ ശ്രമം പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചു എന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ അപ്പോൾ പോലും ആശാ വർക്കേഴ്സിന്റെ കാര്യം പരിതസ്ഥിതിയിൽ തന്നെയായിരുന്നു. അപ്പോഴും ആശാ വർക്കേഴ്സിനെ പരിഗണിച്ചിട്ടില്ല. എന്നാൽ ആരോഗ്യ മേഖലയിലോ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത്, നിപ്പ പോലുള്ള അഥവാ കോവിഡ് പോലുള്ള അഥവാ പ്രളയം പോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇതേ ആശാ വർക്കർമാർ തന്നെയായിരുന്നു ആരോഗ്യ മേഖലയുടെ നട്ടെല്ല് എന്ന് ഇതേ ഭരണകൂടം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്.